എന്നാലും ഒരു കട്ടനാണ് നമ്മളെ മുന്നിൽ കൊണ്ടു തരുന്നതെങ്കിലും മാഷാ അല്ലാ എന്റെ കട്ടൻ ചായ കുടിക്കാൻ നല്ല രസാണ്. ഇത് പറയാൻ നമുക്ക് എന്താ നഷ്ടമുള്ളത്? പക്ഷെ ഇവിടുന്നാണ്ട് വരൂല നമ്മളെ തൊള്ളിക്കൂടെ. അതാണ് പ്രശ്നം. ഇത് നല്ല കുട്ടിയാണ് എന്ന് നമ്മളെ കുട്ടീനോടൊന്ന് പറയാ, എന്താ നമുക്ക് നഷ്ടമുള്ളത്? പറയൂല. നല്ല കുട്ടിയാണെങ്കിലും നമ്മളത് പറഞ്ഞിട്ട് പോകുമ്പോൾ വലിയ സംഗതിയാകണ്ടെന്നാ വിചാരം. നമ്മൾ ഓരോട് പറയും തോറും അവരുടെ കൽവിൽ നമ്മളോട് മഹബത്തുണ്ടാവും. മുമ്പ് നല്ല നെയ്ച്ചോറുണ്ടാക്കിയിട്ട് നല്ല ചിക്കന്റെ കറി ഉണ്ടാക്കിയിട്ട് അതിൽ നമ്മൾ ചിക്കന്റെ കറി കയ്യിലോണ്ട് ഇങ്ങനെ എടുത്ത് ചോറ്റക്ക് ഇങ്ങനെ പാര്യാണ്. ഒരു കയ്യിൽ ഒഴിച്ചു, രണ്ടാമത്തെ കയ്യിൽ ഇങ്ങനെ ഒഴിക്കുമ്പോ ഒരു പീസ് കയ്യിലുണ്ട്, മറ്റേ പീസ് ഇങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. മനസ്സിലായോ നിങ്ങൾക്ക്? അതന്നെ. കുട്ടീനെ തൊട്ടിയിലിട്ട് ആട്ടും പോലെ പെണ്ണുങ്ങളെ മുടി കുടുങ്ങിയാണ്ട് ഒരു കഷ്ടം ഇങ്ങനെ ആടുകയാണ്. അതിന് താരാട്ട് പാട്ടി കൊടുത്താണ് ഞാൻ വെറുതെ. അപ്പൊ അങ്ങനെ ഇത് കണ്ടാല് നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ നമ്മളെ ഭാര്യ മാത്രം വീട്ടിലുള്ള, അല്ലെങ്കിൽ നമ്മളെ ഉമ്മേന് വേണ്ടപ്പെട്ടോലാണ് എന്തായാലും, ഭക്ഷണം നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു മുടി കുടുങ്ങിയിട്ട് ഒരു പീസ് ഇങ്ങനെ അയിമങ്ങനെ വട്ടം കറങ്ങിക്കുക. സുബ്ഹാന ജല്ലാ. ബദർ യുദ്ധം ഉണ്ടാവുള്ളൂ അവിടെ. ബദറും ഉണ്ടാവും, ഉഹദും ഉണ്ടാവും, ചിലപ്പോ ഖന്തക്കും ഉണ്ടാവും, എല്ലാം അവിടെ ഉണ്ടാവും. ഒരു ചീറ്റലും പൊട്ടലേക്കാറ് ഒരു പൊട്ടലും ചീറ്റിലേക്കാണ്. ഈ പെണ്ണിങ്ങനെ സുബ്ഹാനല്ലാഹ്, ഞാനിപ്പോ വീട്ടിലോ ജയിലിലോ ആ ഒരു അവസ്ഥയിലുണ്ടാവും. നമ്മളെ ചൂടാവലും ഒച്ചയും വിളിയൊക്കെ കേട്ടിട്ട്. അങ്ങനെ ആവരുത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വിശ്വാസം ഉണ്ടോ നമ്മളെ ഭക്ഷണത്തില് ഒരു മുടി കിട്ടിയെങ്കിൽ എന്റെ പെണ്ണുങ്ങൾ മനപ്പൂർവ്വട്ടതാണ്? ആർക്കെങ്കിലും വിശ്വാസം ഉണ്ടാവും? ഞാൻ ഉദാഹരണം പറയാം. നെയ്ച്ചോറ്റ് കറിയാണല്ലോ ഇപ്പൊ ഉണ്ടാക്കും. കോഴി അയക്കിങ്ങനെ ഇട്ടപ്പോ മുപ്പത്തിയാറിങ്ങനെ ഒരു 4 മുടി തട്ടങ്ങനെ തുറന്നുകാണ്ട് പറിച്ചണേ, 4 മുടി ഇങ്ങനെ പറിച്ചിട്ട് കടക്കട്ടെ. ഏതെങ്കിലും ഉമ്മാനങ്ങനെ ചെയ്യും? നിങ്ങൾ പറയും. അതാ കുട്ടികളെ പറയണില്ല. ഒരു നല്ല ഉസാറാണല്ലോ മക്കള്. ചെയ്യൂല. ഒരു ഉമ്മാരും അങ്ങനെ ചെയ്യൂല, ഒരു സഹോദരി അങ്ങനെ ചെയ്യൂല. പിന്നെ ഈ മുടി എങ്ങനെ വന്നു? പാവങ്ങൾ അറിയാതെ വന്നതാണ് സഹോദര. അവിടെ ബദർ വേണ്ട, സ്നേഹത്തോടെ അവളെ നന്നാക്കാൻ വേണ്ടി ദ്വാരക്ക് ഒന്നിരിക്കലും അറിയിക്കന്നെ വേണ്ട, അതിനെ മാറ്റിവെക്ക്. എന്നിട്ട് പറയും നല്ല സന്തോഷം ഉണ്ടല്ലോ ഭക്ഷണം കഴിക്കാൻ, നല്ല രസമുള്ള ഫുഡാണല്ലോ, എന്തെല്ലാം സന്തോഷിപ്പിക്കുന്ന വാക്കുകൾ പറയാം. അങ്ങനെ ഭാര്യമാരോട് നമ്മൾ പെരുമാറുന്നതിന്റെ ചിട്ടയനുസരിച്ചാണ് ഭാര്യയിൽ നിന്ന് ഇങ്ങോട്ട് നമുക്ക് സ്നേഹം കിട്ടുള്ളൂ.